നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ ദിൽന. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് ഇസ്രയേലിന്റെയും അറബ് രാജ്യങ്ങളുടെയും അഭ്യർത്ഥനയെ തുടർന്നെന്ന് റിപ്പോർട്ട്. കടുത്ത നിലപാട് തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടു. ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരുന്ന ഇറാനിൽ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹം പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കടുത്ത നിലപാടിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും വൈസ് പ്രസിഡന്റ് JD വാൻസിനോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ മാറ്റിവെക്കണമെന്നായിരുന്നു ആവശ്യം. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ഒമാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളും ആക്രമണം വേണ്ടെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടു. അതിനിടെ ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇറാൻ 800 വധശിക്ഷകൾ നിർത്തിവെച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഇറാനിലെ ആഭ്യന്തര സംഘർഷത്തിന് നേരിയ അയവുണ്ട്. പല പ്രവിശ്യകളിലും പ്രക്ഷോഭം അടിച്ചമർത്തിയെന്നാണ് വിവരം. ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഇന്നുണ്ടായേക്കും. 10,000-ലധികം ഇന്ത്യൻ പൌരന്മാരാണ് ഇറാനിലുള്ളത്. ഇസ്രയേലിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. പിടികിട്ടാപ്പുള്ളി കാസിം ഹമദ് ഇറാഖിൽ പിടിയിൽ. ഓസ്ട്രേലിയൻ പോലീസിന്റെ വർഷങ്ങൾ നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് ഇയാളെ പിടികൂടാനായത്. ക്രിസ്റ്റിന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിന്റെ 1-ാം നമ്പർ മുൻഗണന പട്ടികയിലുണ്ടായിരുന്ന കാസിം ഹമദ് എന്ന പിടികിട്ടാപ്പുള്ളിയെ ഇറാഖി അധികൃതർ അറസ്റ്റ് ചെയ്തു. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണെന്ന് സംശയിക്കുന്ന ഇയാളെ ഓസ്ട്രേലിയൻ അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അതിവിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് ബാഗ്ദാദിൽ വെച്ച് പിടികൂടിയത്. ഈ അറസ്റ്റ് ഓസ്ട്രേലിയൻ നിയമനിർവഹണ ഏജൻസികൾക്ക് വലിയ വിജയമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാഖിലെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്നാണ് ഹമദിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. മയക്കുമരുന്ന് കടത്ത്, കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, കവർച്ചകൾ, മറ്റ് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ഹമദിന് ബന്ധമുണ്ടെന്നാണ് ഓസ്ട്രേലിയൻ അധികൃതർ സംശയിക്കുന്നത്. മെൽബണിലെ അനധികൃത പുകയില കമ്പോളത്തിലെ നിയന്ത്രണവും ഹെറോയിൻ കടത്തും ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും പറയപ്പെടുന്നു. 2023 8 വർഷത്തെ മയക്കുമരുന്ന് കടത്ത് കേസിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ഓസ്ട്രേലിയയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയിരുന്നു. ഇറാഖി അധികൃതർ കാസിം ഹമദിനെ ഏറ്റവും അപകടകാരിയായ പിടികിട്ടാപ്പുള്ളി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇയാളെ ഓസ്ട്രേലിയയിലേക്ക് കൈമാറാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര അതിരുകൾക്കപ്പുറം പ്രവർത്തിക്കുന്ന കുറ്റവാളികളെ പിടികൂടുന്നതിൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം ഈ അറസ്റ്റ് അടിവരയിടുന്നു. ആഗോളതലത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകുന്ന ഒന്നായി ഈ അറസ്റ്റ് മാറുമെന്നും കരുതപ്പെടുന്നു. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റിന ബെന്നി. ടിക്ടോക്ക് ഉപയോഗം കുട്ടികളുടെ മാനസികാരോഗ്യം തകർക്കുന്നുവെന്ന UAE ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണ്ടെത്തലിനു പിന്നാലെ കഴിഞ്ഞ വർഷം നീക്കം ചെയ്ത വീഡിയോകളുടെ കണക്ക് പുറത്തുവിട്ട ടിക്ടോക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും വടക്കേ ആഫ്രിക്കയിൽ നിന്നും മാത്രം നീക്കിയത് 1,75,00,000 വീഡിയോകളാണ്. കഴിഞ്ഞ വർഷത്തെ 3-ാം പാത കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ടിലാണ് നീക്കം ചെയ്ത കണ്ടന്റുകളുടെ എണ്ണം ടിക്ടോക്ക് പുറത്തുവിട്ടത്. 1,74,16,066 കണ്ടന്റുകളാണ് ടിക്ടോക്ക് ആകെ മിഡിൽ ഈസ്റ്റിൽ നിന്നും നോർത്ത് ആഫ്രിക്കയിൽ നിന്നും നീക്കം ചെയ്തത്. ഇതിൽ 1,32,000 വീഡിയോകളും പോസ്റ്റ് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. 73,702 ലൈവ് ഹോസ്റ്റുകൾ ബാൻ ചെയ്തു. ടിക്ടോക്ക് ട്രെൻഡുകളും ചലഞ്ചുകളും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു കാലത്ത് ട്രെൻഡായിരുന്ന സ്കൾ ബ്രേക്കർ ചലഞ്ച് പോലുള്ളവ തിരികെ വരുന്നതായും DHA കണ്ടെത്തിയിട്ടുണ്ട്. പിന്നാലെ കുട്ടികൾക്കുള്ള പുതിയ ഡിജിറ്റൽ സുരക്ഷാ നിയമവും കൊണ്ടുവന്നു. ഓരോ കണ്ടന്റുകളും 4 തരംതിരിച്ച് കുട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സമൂഹമാധ്യമങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ ഗെയിമിംഗ് ആപ്പുകളും ബെറ്റിംഗ് ആപ്പുകളും ഏജ് റെസ്ട്രിക്ഷൻ നിർബന്ധമായും കൊണ്ടുവരാനും നോട്ടീസ് നൽകി. അതിനിടെ UAEയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഈ മാസം 31-നകം പെർമിറ്റ് എടുത്തിരിക്കണമെന്ന് UAE മീഡിയ കൗൺസിൽ അറിയിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് തുടങ്ങി സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രൊമോട്ട് ചെയ്യുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും സന്ദർശകർക്കും പെർമിറ്റ് നിർബന്ധമാണ്. 24 ദുബായ്. കുട്ടികളുടെ മാനസികാരോഗ്യവും സമൂഹ മാധ്യമവും എന്ന വിഷയത്തിൽ നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് ഓസ്ട്രേലിയ. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി ബെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
കുട്ടികളുടെ മാനസികാരോഗ്യത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകമെമ്പാടും സജീവമാണ്. ഈ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു പുതിയ നീക്കം ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഓസ്ട്രേലിയ നടപ്പാക്കി കഴിഞ്ഞു. 2025 ഡിസംബർ 10 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നിയമം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് ബാധകമാണ്. നിയമം ലംഘിക്കുന്ന കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ പിഴ ചുമത്തും. കുട്ടികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കടുത്ത നടപടി. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയയെ നയിച്ച പ്രധാന കാരണം കുട്ടികളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ടുകളാണ്. പുതിയ ചില പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് സാമൂഹിക മാധ്യമങ്ങൾ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്നാണ്. സജീവമായ ഓൺലൈൻ ഇടപെടലുകൾ, അതായത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുകയോ നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നത് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സന്തോഷം നൽകാനും സഹായകമാകും. പ്രത്യേകിച്ച് സാമൂഹിക ബന്ധങ്ങളിൽ പിന്നോട്ട് നിൽക്കുന്നവർക്ക് ഇത് വലിയൊരു പിന്തുണയായി മാറിയേക്കാം. എന്നാൽ മറുവശത്ത് വെറുതെ സ്ക്രോൾ ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നത് വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകുന്നു. അമിതമായ ആശങ്കകൾ പങ്കുവയ്ക്കുന്നത് മാനസിക ബുദ്ധിമുട്ടുകൾക്ക് വഴിവെക്കാം. ദിവസത്തിൽ 3 മണിക്കൂറിലധികം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാണെന്നും 5 മണിക്കൂറിലധികം ഉപയോഗിക്കുന്നവരിൽ ഇത് വളരെ കൂടുതലാണെന്നും പഠനങ്ങൾ പറയുന്നു. ചെറുപ്പത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയം കൂടുന്നത് പിന്നീട് വിഷാദരോഗ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന പഠനം ചൂണ്ടിക്കാട്ടുന്നു. സൈബർ ബുള്ളിയിങ്, ഉറക്കക്കുറവ്, യാഥാർത്ഥ്യമല്ലാത്ത കാഴ്ചപ്പാടുകൾ എന്നിവയും ഈ മേഖലയിലെ പ്രധാന വെല്ലുവിളികളാണ്. കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകുകയും സാമൂഹിക മാധ്യമങ്ങൾ ആരോഗ്യകരമായി ഉപയോഗിക്കേണ്ട വിധം പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് അവരുടെ മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി പെനീന മാത്യു. ഗതാഗതക്കുരുക്ക് അഴിക്കാനുള്ള ബസ് പൂളിംഗ് സംവിധാനം ബർഷയിൽ ആരംഭിക്കാൻ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മാസം 1000 ദിർഹം ആയിരിക്കും ഫീസ്. 14 വയസ്സ് മുതൽ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സേവനം ലഭ്യമാവുക. ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഒന്നിച്ച് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സംവിധാനമാണ് ബസ് പൂളിംഗ്. ബർഷയിൽ ആദ്യമായി ബസ് പൂളിംഗ് നടത്താനാണ് തീരുമാനം. ആഡംബര SUVകളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. 14 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സേവനം ലഭിക്കും. ബ്ലൂം അക്കാദമി, ബ്രൈറ്റൺ കോളേജ്, ജംസ് ഫൗണ്ടേഷൻ, ജംസ് അൽബാഷ നാഷണൽ സ്കൂൾ, ദുബായ് അമേരിക്കൻ അക്കാദമി, അമേരിക്കൻ സ്കൂൾ ഓഫ് ദുബായ് എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയാകും ഒരുമിച്ച് കൊണ്ടുപോവുക. പരമാവധി 1 മണിക്കൂറിനുള്ളിൽ കുട്ടികളെ വീട്ടിൽ നിന്ന് സ്കൂളുകളിലേക്ക് എത്തിക്കുമെന്ന് കരാർ കമ്പനി വ്യക്തമാക്കി. സർവീസ് പ്രഖ്യാപിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച പിന്തുണ ലഭിച്ചതായി ദുബായ് RTA പറയുന്നു. ക്യാമറകളും ട്രാക്കിംഗ് സംവിധാനവും അടക്കം സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്വകാര്യ വാഹനങ്ങളിൽ കുട്ടികൾ സ്കൂളിലെത്തുന്നത് വലിയ ഗതാഗത കുരുക്കുണ്ടാക്കുന്നുണ്ട്. സ്കൂൾ ബസ് ഉപയോഗം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 13% കൂടിയെങ്കിലും അതുമാത്രം കൊണ്ട് ഗതാഗത പ്രശ്നം മാറില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് ബസ് പൂളിംഗ് പരീക്ഷണം. 24 ദുബായ്. വാഹനമോടിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തിയ ഡ്രൈവറെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തു. അശ്രദ്ധവും അപകടകരവുമായ ഡ്രൈവിംഗും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. റോഡുകൾ അഭ്യാസ പ്രകടനങ്ങൾക്കോ സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്കോ ഉള്ള സ്ഥലമല്ലെന്ന് അബുദാബി പോലീസ് ആവർത്തിച്ചു. വേൾഡ് മലയാളി ഫെഡറേഷൻ 5ാമത് ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ ആരംഭിച്ചു. ദുബായ് ദേറയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് 3 ദിവസത്തെ ആഗോള സംഗമം നടക്കുന്നത്. സ്നേഹത്തിലൂടെയും സഹകരണത്തിലൂടെയും മാറ്റത്തിന് തിരികൊളുത്താം എന്നതാണ് ഇത്തവണത്തെ കൺവെൻഷന്റെ പ്രമേയം. ഉദ്ഘാടന സമ്മേളനം, ജനറൽ ബോഡി യോഗം, വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തിൽ ബോധവൽക്കരണ സെഷൻ, വനിതാ സമ്മിറ്റ് തുടങ്ങിയവ നാളെ നടക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയാകും. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്, ഡോക്ടർ മുരളി തുമ്മാരുകുടി, സന്തോഷ് ജോർജ് കുളങ്ങര, സയ്യിദ് മുനവർ അലി തങ്ങൾ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സൗദി അറേബ്യയിലെ തൊഴിൽ വിപണിയിൽ റിമോട്ട് വർക്ക് സംവിധാനം വൻ വിജയകരം ആണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 3,37,000-ലധികം പേരാണ് വിദൂര തൊഴിൽ കരാറുകൾ ഒപ്പുവച്ചത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യം ഡിജിറ്റൽ തൊഴിൽ സംസ്കാരത്തിലേക്ക് അതിവേഗം മാറുകയാണ്. ഒരു വർഷത്തിനിടെ 3,37,396 റിമോട്ട് തൊഴിൽ കരാറുകളാണ് രാജ്യത്ത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത്.
ഈ കണക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് വനിതകളുടെ സാന്നിധ്യമാണ്. ആകെ കരാറുകളിൽ 76% കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ്. അതായത് 2,56,000-ലധികം വനിതകൾ റിമോട്ട് വർക്ക് വഴി തൊഴിൽ മേഖലയുടെ ഭാഗമായി. പുരുഷന്മാരുടെ കരാറുകൾ 80,000-ൽ താഴെ മാത്രമാണ്. ഏകദേശം 2,98,800-ഓളം കരാറുകളാണ് ആദ്യ 3 മാസങ്ങളിൽ മാത്രം നടന്നത്. എന്നാൽ തുടർന്നുള്ള മാസങ്ങളിൽ ഈ എണ്ണത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു എന്നത് വിപണിയിലെ സീസണൽ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും എല്ലാ സീസണുകളിലും വനിതകളുടെ പങ്കാളിത്തം കൃത്യമായി നിലനിന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു. വിഷൻ 2030-ന്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളും ഡിജിറ്റൽ സൗകര്യങ്ങളുമാണ് ഈ മുന്നേറ്റത്തിന് കാരണം. 24 ജിദ്ദ. LDF-ൽ തുടരാനുള്ള ജോസ് കെ മാണിയുടെ നിലപാടിന് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ. UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനും CPIM-ഉമാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനമായി. UDF പ്രതീക്ഷിച്ചതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഒന്നുമുണ്ടായില്ല. തുറന്നിട്ട വാതിലിലൂടെ UDF പ്രവേശനത്തിനില്ലെന്ന് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തു. പിന്നാലെ UDF ചവിട്ടിപ്പുറത്താക്കിയപ്പോൾ ചേർത്ത് പിടിച്ചത് പിണറായി വിജയനും CPM-ഉമാണെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് പാർട്ടിയെ ചവിട്ടി പുറത്താക്കി UDF-ൽ നിന്ന്. അതിനുശേഷം ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഞങ്ങളെ ചേർത്ത് പിടിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഹാവാണ്. അപ്പോൾ അത് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരണോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഓരോ 5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമോ? ആ നിലപാട് തന്നെയാണ്, ഉറച്ചാണ്. സഭാ നേതൃത്വത്തിനും ജോസ് കെ മാണി മറുപടി നൽകി. ജനകീയ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെക്കാൾ മികച്ച രീതിയിൽ ഇടപെട്ടു. എന്നാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതാണ് തദ്ദേശത്തിൽ തിരിച്ചടിയായത്. പലയിടത്തും വോട്ടുകൾ നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമെന്നും തീരുമാനം. പ്രതിപക്ഷം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയ്ക്ക് കേരള കോൺഗ്രസ് എമ്മിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ അത് ആ തരത്തിൽ ജനങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തരത്തിലുള്ള ഒരു എന്താണ് ആത്മപരിശോധന നടത്തി ഒരു ചർച്ചയിലേക്കും ചെന്ന് എത്തിയിട്ടുണ്ട്. നേതാക്കൾക്കിടയിലും ഭിന്നിപ്പില്ലെന്ന് മന്ത്രിയും MLA-മാരും ഒറ്റസ്വരത്തിൽ പറഞ്ഞു. വിജയവും പരാജയവുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എക്സിസ്റ്റൻസ്. ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ നിലപാടുമാണെന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി പറഞ്ഞ വാക്കുകളെ അടിവരയിട്ടുകൊണ്ട് നിർത്തുന്നു. പാർട്ടി ചെയർമാന്റെ വാക്കുകളാണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും വരുത്താൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. 15 സീറ്റെങ്കിലും ഇത്തവണ വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം. കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന UDF-ന്റെ നീക്കങ്ങൾക്കാണ് ജോസ് കെ മാണിയുടെ അടിയുറച്ച നിലപാടോടെ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. ഇനി അറിയേണ്ടത് തുറന്നിട്ട വാതിലുകൾ UDF അടയ്ക്കുമോ എന്ന് മാത്രമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ശബരിമലയിലെ പഴയ കുടിമരത്തിലെ വാജിവാഹന കൈമാറ്റത്തിൽ UDF ഭരണസമിതിക്കും തന്ത്രി കണ്ഠർ രാജീവർക്കും കുരുക്ക്. ദേവസ്വം സ്വത്ത് തന്ത്രിക്ക് കൈമാറിയത് ചട്ടലംഘിച്ചെന്ന് രേഖകൾ പുറത്തുവന്നു. ആചാരവിധി പ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജയ് തറയിലിന്റെ പ്രതികരണം. പുതിയത് സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ ദേവസ്വം സ്വത്തായി ക്ഷേത്രത്തിൽ സൂക്ഷിക്കണമെന്ന ഉത്തരവാണ് ലംഘിച്ചത്. 2012-ൽ ബോർഡ് കമ്മീഷണർ പുറത്തിറക്കിയ ഉത്തരവ് മറികടന്നാണ് വാജിവാഹനം 2017-ൽ തന്ത്രി കണ്ഠർ രാജീവർക്ക് കൈമാറിയത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിലുള്ള UDF ഭരണസമിതിയായിരുന്നു അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത്. പുതിയവ സ്ഥാപിക്കുമ്പോൾ പഴയ വസ്തുക്കൾ പൊതുസ്വത്തായി സൂക്ഷിക്കണമെന്ന ബോർഡ് തീരുമാനമാണ് ലംഘിക്കപ്പെട്ടതെന്ന് വ്യക്തമായി. എന്നാൽ താന്ത്രിക വിധിപ്രകാരമാണ് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതെന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ വാദം. ആചാരവിധി പ്രകാരം തന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്നത് ലോഹമാണെങ്കിൽ ആചാര്യനും മരമാണെങ്കിൽ ദഹിപ്പിച്ചു കളയണമെന്നും കല്ലാണെങ്കിൽ ജലാശയത്തിൽ ഒഴുക്കണമെന്നുമുള്ള തന്ത്ര സമുച്ചയത്തിന്റെ ആചാരപ്രകാരം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കസ്റ്റം, ആ കസ്റ്റത്തിന്റെ ഭാഗമായി അത് തന്ത്രിയെ ഞങ്ങൾ ഏൽപ്പിച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയെന്ന് കോൺഗ്രസ് പ്രതികരണം. ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. വാജിവാഹനം അവരെല്ലാവരുടെയും പരസ്യമായിട്ടാണ് തന്ത്രിക്ക് കൊടുക്കുന്നത്, നമ്മളെല്ലാം കണ്ടത്. അത് രഹസ്യമായി നടന്ന മോഷണമൊന്നുമല്ല. ഇനി അജയ് തറയിൽ UDF-ന്റെ ഭാഗത്താണെങ്കിൽ അന്നത്തെ LDF-ന്റെ അംഗം പറയട്ടെ എന്താണെന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വാജിവാഹനത്തിന്റെ അവകാശി തന്ത്രിയല്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ. തന്ത്രി ദേവസ്വം ബോർഡ് നിശ്ചയിക്കുന്ന തരത്തിലും
ആ ക്ഷേത്രത്തിൻ്റെ മൂലമന്ത്രങ്ങൾക്കനുസരിച്ചും പൂജാവിധികൾ നിശ്ചയിക്കാനും ശാന്തിക്കാർക്ക് പരിശീലനം കൊടുക്കാനും അവരെ നിയന്ത്രിക്കാനും അധികാരപ്പെട്ടിരിക്കുന്ന ഒരാളാണ് തന്ത്രി. അതിന് തന്ത്രിക്ക് പ്രതിഫലമുണ്ട്, ദക്ഷിണ എന്നാണ് അതിനെ പറയുക. എന്നാൽ വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നാണ് യോഗക്ഷേമ സഭയുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് VSSC മുദ്രവച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. ആഡിയോ സിസ്റ്റം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ വിജിലൻസ് സന്നിധാനത്ത് 4 ഇടങ്ങളിൽ ഇന്ന് പരിശോധന നടത്തി. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിനെ കോടതി ഇന്ന് SIT കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായകമായിരുന്നു സന്നിധാനത്ത് നിന്നും ശേഖരിച്ച് VSSCയിൽ പരിശോധന നടത്തി ഇന്ന് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത്. സ്വർണം പൂശിയ ചെമ്പ് പാളികളുടെയും പരിശോധനാ ഫലം കൈമാറി. ശബരിമലയിൽ നിന്നും എത്രത്തോളം സ്വർണം നഷ്ടമായെന്നറിയുന്നതിന് റിപ്പോർട്ട് പ്രധാനമാണ്. പാളികൾ അപ്പാടെ മാറ്റിയോ പുതിയ പാളികളിലാണോ സ്വർണം പൂശിയത്, പഴയ പാളികൾ ഇപ്പോഴും സുരക്ഷിതമോ എന്ന ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കും. മുദ്രവച്ച കവറിൽ കോടതിയിൽ കൈമാറിയ റിപ്പോർട്ട് SITക്ക് കൈമാറും. ആഡി സിസ്റ്റം നെയ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സന്നിധാനത്തെ ഓഫീസിലും കൗണ്ടറിലും ഉൾപ്പെടെ 4 സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ജീവനക്കാരും ശാന്തിക്കാരും ഉൾപ്പെടെ നെയ് വിൽപ്പന ചുമതലയിലുണ്ടായിരുന്ന 33 പേരാണ് കേസിലെ പ്രതികൾ. ദേവസ്വം ബോർഡ് മുൻ അംഗവും CPM പ്രതിനിധിയുമായ N വിജയകുമാറിനെ ഒരു ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 2019 കാലയളവിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിന്റെ മൊഴി നിർണായകമായിരുന്നു. 24 തിരുവനന്തപുരം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ പ്രോസിക്യൂഷന്റെ നിർണായക നീക്കം. അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. രഹസ്യമൊഴി ഓൺലൈനായി രേഖപ്പെടുത്താൻ അതിജീവിത കൊല്ലം കോടതിയിൽ അപേക്ഷയും നൽകി. നാളെ ജാമ്യ ഹർജിയിൽ വിധി പറയും. അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ അറസ്റ്റ് ചെയ്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ അടച്ചിട്ട മുറിയിലായിരുന്നു ജാമ്യ ഹർജിയിൽ വാദം നടന്നത്. ജാമ്യത്തെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ഉയരുന്നുണ്ടെന്ന് വാദിച്ചു. എല്ലാം നടന്നത് പരസ്പര സമ്മതത്തോടെ എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം കിട്ടിയാൽ പ്രതി മുങ്ങുകയില്ലെന്നും പ്രതി ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണെന്നും പ്രതിഭാഗം വാദിച്ചു. ഇതിനിടെയാണ് പ്രോസിക്യൂഷന്റെ നിർണായക ഇടപെടൽ. പ്രത്യേക അന്വേഷണ സംഘം അതിജീവിതയുടെ മൊഴിയെടുത്ത വീഡിയോ CD-യിലാക്കി കോടതിയിൽ ഹാജരാക്കി. IT ആക്ട് പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് സഹിതമാണ് വീഡിയോ അടങ്ങുന്ന CD ഹാജരാക്കിയത്. ഓൺലൈനായി രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അതിജീവിത കോടതിയിൽ അപേക്ഷയും നൽകി. വിദേശത്തായതിനാൽ ഓൺലൈനായി രഹസ്യമൊഴി എടുക്കണമെന്നാണ് അപേക്ഷ. വാട്സപ്പ് ചാറ്റുകൾ പുറത്തുവിട്ട രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിശ്വസ്തനും സുഹൃത്തുമായ ഫെനി നൈനാനെതിരെ അതിജീവിത ഇന്ന് രംഗത്തെത്തി. തലയും വാലുമില്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണമെന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നിരവധി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സത്യാവസ്ഥ അറിയാനാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ നേരിൽ കാണാൻ ഫെനിയോട് സമയം ചോദിച്ചത്. രാഹുലിനെ തനിച്ചു കാണാനും ശാരീരിക ബന്ധത്തിനുമായിരുന്നില്ല ഇതെന്നും അതിജീവിത വ്യക്തമാക്കുന്നു. സൈബർ അധിക്ഷേപ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തുകൊണ്ട് പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഫെനി നൈനാൻ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. അതിജീവിതയുടെ പരാതിയിലെടുത്ത കേസിലാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നവമാധ്യമങ്ങളോട് അധിക്ഷേപിക്കുന്നുവെന്നായിരുന്നു അതിജീവിതയുടെ പരാതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.